ഒരു നല്ല ദിനം അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. അതിന്റെ അവസാന യാമങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ ഗുഡ് നൈറ്റ് ഷോ തുടങ്ങുന്നു. അപ്പോഴാണ് തുടങ്ങുന്നത്. ഒരുപാട് വിശേഷങ്ങൾ ഇനിയും പറഞ്ഞ് ബാക്കിയുണ്ട്. അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. അപ്പം വാർത്തകളുമുണ്ട്, അതിനെ മാറ്റി നിർത്തുന്നില്ല. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളെല്ലാം ഒന്നിന് പിറകെ ഒന്നായി പ്രേക്ഷകരിലേക്ക് എത്തും. ഒപ്പം വിശേഷം നമ്മുടെ സെഗ്മെന്റ്സ് ഉണ്ടാവും. അപ്പം എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ തന്നെ നോക്കാം. ന്യൂസ് ഹെഡ്ലൈൻസ്. You are watching 24 from News Headquarters, Kochi. സംസ്ഥാനത്ത് പനി ബാധിച്ച് ഇന്ന് 3 മരണം. ചികിത്സ തേടിയത് 13,600 പേർ. 164 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. തൃശൂരിലും അമീബിക് മസ്തിഷ്ക ജ്വരം. രോഗബാധ പാടൂർ സ്വദേശിയായ 7ാം ക്ലാസ്സുകാരന്. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരം. തിരുവനന്തപുരത്ത് കോളറ സ്ഥിരീകരിച്ചവരുടെ എണ്ണം 2ആയി. പെർണം തുരങ്കത്തിലെ മണ്ണിടിച്ചിലിനെ തുടർന്ന് താറുമാറായ കൊങ്കൺ പാത ഗതാഗത യോഗ്യമായി. ട്രാക്കിലേക്ക് വീണ മണ്ണ് നീക്കം ചെയ്തു. വഴി തിരിച്ചുവിട്ട ട്രെയിനുകളുടെ സർവീസിൽ മാറ്റമില്ല. ഉത്തരാഖണ്ഡിലെ ബദ്രീനാഥിൽ മണ്ണിടിച്ചിൽ. ഗതാഗതം തടസ്സപ്പെട്ടു. ISRO ചാരക്കേസ് കെട്ടിച്ചമച്ചതെന്ന് CBI കുറ്റപത്രം. കേസ് CI ആയിരുന്ന S വിജയന്റെ സൃഷ്ടിയെന്ന് പരാമർശം. ഹോട്ടലിൽ വെച്ച് മറിയം റഷീദിയെ കയറിപ്പിടിക്കാനുള്ള ശ്രമം തടഞ്ഞതിന്റെ വൈരാഗ്യമെന്ന് ആരോപണം. ചാരവൃത്തി ചുമത്തിയത് അറസ്റ്റ് ചെയ്ത ദിവസങ്ങൾക്ക് ശേഷമെന്നും കുറ്റപത്രം. നമ്പിനാരായണൻ പോലീസ് മർദ്ദനത്തിൽ മൃതപ്രായനായെന്നും CBI. കിട്ടിയില്ലെങ്കിലും ആസ് എൻ ഇൻഡിവിജ്വൽ നമ്പിനാരായണൻ എന്നുള്ള ഒരു വ്യക്തിക്ക് ഇതിനകത്ത് യാതൊരു പ്രശ്നവുമില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ അവർ ആൾറെഡി പനിഷ്ഡാണ്. സത്യം നേരത്തെ പുറത്തു വന്നതെന്നും പുതിയ കണ്ടെത്തലുകളിൽ സന്തോഷമെന്നും നമ്പിനാരായണൻ. SFIയിലെ തെറ്റുകണ്ടാൽ ഇനിയും ചൂണ്ടിക്കാണിക്കുമെന്ന് ബിനോയ് വിശ്വം CPI സംസ്ഥാന കൌൺസിലിൽ. തന്റെ പരാമർശത്തിൽ SFIയും AISFും തെരുവിൽ പോരടിക്കേണ്ട. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ മുഖ്യമന്ത്രിയെ മാത്രം കുറ്റം പറയേണ്ടെന്നും CPI സംസ്ഥാന സെക്രട്ടറി. ക്ഷേമ പെൻഷൻ കുടിശ്ശിക സമയബന്ധിതമായി കൊടുത്തു തീർക്കുമെന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ പ്രത്യേക പ്രസ്താവന. DA കുടിശ്ശികയിൽ ഉടൻ ഉത്തരവിറക്കും. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ നിയമസഭയിൽ ഉന്നയിച്ചു പ്രതിപക്ഷം. ഇരയ്ക്കൊപ്പം നിൽക്കേണ്ട സർക്കാർ വേട്ടക്കാർക്കൊപ്പമെന്ന് KK രമ. മറുപടി പറയാൻ മുഖ്യമന്ത്രി സഭയിൽ എത്താത്തതിനെ വിമർശിച്ച് പ്രതിപക്ഷം. അപ്പൊ എല്ലാ പ്രേക്ഷകരും വരിക. നമ്മളിവിടെ ആരംഭിക്കാൻ പോവുകയാണ്. നമ്മളുടെ പരിപാടിയുടെ ബാക്കിയുള്ള കാഴ്ചകൾ, വിശേഷങ്ങൾ എല്ലാം പ്രേക്ഷകരുമായിട്ട് ഒരുപാട് പങ്കുവെക്കാനുണ്ട്. അപ്പൊ എല്ലാ പ്രേക്ഷകരും വളരെ വേഗം കമന്റ് ബോക്സിലേക്കും ഒപ്പം ഹാജരാകാത്ത ആൾക്കാർ ക്ലാസ്സിൽ ഹാജരാകുന്നില്ലെന്ന് അവർ പറയാം. അവർ പെട്ടെന്ന് വരിക. അപ്പൊ നമ്മൾ ഇന്നത്തെ വാർത്തകളിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നു. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാവരും ചർച്ചയാക്കിയ ആ വാർത്തയുടെ വിശദമായ റിപ്പോർട്ടിലേക്കാണ് നമ്മൾ ഇനി കിടക്കുന്നത്. കേരളത്തെ പിടിച്ചുലച്ച ISRO ചാരവൃത്തി കേസ് കെട്ടിച്ചമച്ചതാണ് എന്ന് CBIയുടെ കുറ്റപത്രം. അതിന് വിശദാംശങ്ങൾ ഇന്ന് പുറത്തു വന്നു. കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന സ്മാർട്ട് വിജയൻ എന്നറിയപ്പെട്ട S വിജയനാണ് കേസ് കെട്ടിച്ചമച്ചതെന്ന് CBIയുടെ കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. പ്രതികൾ ജയിലിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ലെന്നും താൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വിധി വരണമെന്ന് ആഗ്രഹിച്ചിരുന്നതായും നമ്പിനാരായണൻ പ്രതികരിച്ചു. കാണാം ഇന്നത്തെ ടോപ്പ് സ്റ്റോറി. അന്താരാഷ്ട്ര തലത്തിൽ പോലും ചർച്ചയായതായിരുന്നു ISRO ചാരക്കേസ്. രാജ്യത്തിന്റെ ബഹിരാകാശ നീക്കങ്ങൾക്ക് പോലും തിരിച്ചടിയായ സംഭവം. ആ കേസ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ടായ വ്യക്തിവിരോധം മൂലമാണെന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് CBI കുറ്റപത്രത്തിലുള്ളത്. മുൻ DGP സിബി മാത്യൂസ് അടക്കം 5 പേർ പ്രതികളായ ISRO ചാരക്കേസ് ഗൂഢാലോചനയുടെ കുറ്റപത്രമാണ് പുറത്തുവന്നത്. ചാരക്കേസ് കെട്ടിച്ചമച്ചതെന്നാണ് CBIയുടെ കണ്ടെത്തൽ. തിരുവനന്തപുരത്തെ ഹോട്ടൽ റെയ്ഡിനിടെയാണ് CI ആയിരുന്ന S വിജയൻ മറിയം റഷീദെ കാണുന്നത്. ഹോട്ടൽ മുറിയിൽ വെച്ച് S വിജയൻ മറിയം റഷീദെ കടന്നുപിടിച്ചു. മറിയം റഷീദ എതിർത്തു. ഈ വിരോധത്തിലാണ് വിസ കാലാവധി കഴിഞ്ഞിട്ടും രാജ്യത്ത് തങ്ങിയെന്നാരോപിച്ച് മാലി വനിതയായ മറിയം റഷീദെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പിന്നീട് കസ്റ്റഡിയിൽ ചോദിച്ചെങ്കിലും കോടതി അനുവദിച്ചില്ല. തുടർന്നാണ് S വിജയൻ ചാരപ്രവർത്തനം ആരോപിച്ച് മറിയം റഷീദയ്ക്കെതിരെ പുതിയ കേസ് രജിസ്റ്റർ ചെയ്തത്. ആദ്യ അറസ്റ്റിനു ശേഷം 12 ദിവസം കഴിഞ്ഞാണ് ചാരക്കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അന്നത്തെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ R രാജീവനും IBയുടെ അന്നത്തെ ഡെപ്യൂട്ടി ഡയറക്ടർ RB ശ്രീകുമാറും ചേർന്നാണ് ചാരക്കേസിൽ നമ്പിനാരായണനെ പ്രതി ചേർക്കാൻ നിർദ്ദേശം നൽകിയതെന്ന് കുറ്റപത്രത്തിൽ CBI പറയുന്നു.
പോലീസ് കസ്റ്റഡിയിലായിരുന്ന നമ്പിനാരായണനെ ഹിന്ദുസ്ഥാൻ ലാറ്റക്സിന്റെ ഗസ്റ്റ് ഹൌസിൽ വെച്ച് IB ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തു. ഈ സമയം നമ്പിനാരായണന് ക്രൂരമായ മർദ്ദനമേറ്റു. മർദ്ദനമേറ്റ് നമ്പിനാരായണൻ അവശനായെന്നും ഡോക്ടറെ കാണിക്കണമെന്നും പോലീസ് ഉദ്യോഗസ്ഥനായ ജോഷുവാണ് പറഞ്ഞതെന്ന് റിട്ടയർഡ് SP ബേബി ചാൾസ് മൊഴി നൽകിയിട്ടുണ്ട്. താൻ പരിശോധിക്കുമ്പോൾ മർദ്ദനമേറ്റ് നമ്പിനാരായണൻ മൃതപ്രായനായിരുന്നുവെന്ന് പരിശോധിച്ച ഡോക്ടർ സുകുമാരന്റെ മൊഴി. ഇനി മർദ്ദിച്ചാൽ നമ്പിനാരായണൻ മരിച്ചുപോകുമെന്ന് താൻ പോലീസിനോട് പറഞ്ഞതായും ഡോക്ടർ മൊഴി നൽകിയിട്ടുണ്ട്. അന്നത്തെ അന്വേഷണത്തിൽ ചാരപ്രവർത്തനത്തിന് തെളിവ് കണ്ടെത്തിയിട്ടില്ലെന്നാണ് IB അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്ന വിനോദ് കുമാറിന്റെ മൊഴി. ചാരക്കേസുമായി ബന്ധപ്പെട്ട് വാർത്തകൾ ചോർത്തി നൽകിയത് S വിജയനാണെന്ന മുതിർന്ന മാധ്യമപ്രവർത്തകരുടെ മൊഴിയും കുറ്റപത്രത്തിലുണ്ട്. അതേസമയം കുറ്റപത്രത്തിലെ വിവരങ്ങളെക്കുറിച്ച് നമ്പിനാരായണന്റെ പ്രതികരണം ഇങ്ങനെ: ഇത് ഒരു ടിപ്പിക്കൽ കേസാണ്. അതായത് ഒരു പോലീസ് അട്രാസിറ്റീസ് എഗൻസ്റ്റ് എൻ ഇൻഡിവിജ്വൽ വരികയാണെങ്കിൽ അതിന് റിയാക്ട് ചെയ്യാനായിട്ട് പലരും മടുക്കുകയോ അല്ലെങ്കിൽ അതുവരെ ചെയ്തിട്ടില്ല. ഞാനത് ചെയ്തിട്ടുണ്ട്. അത് സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജ്മെന്റ് തന്നെ വന്നിട്ടുണ്ട്. ആ ജഡ്ജ്മെന്റിനകത്ത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് എന്തൊക്കെയാണ് ഇതൊക്കെ ചെയ്യാവുന്നുള്ളത്. ദേ ഹാവ് യൂസ് സ്പെഷ്യൽ പവേഴ്സ് അതൊക്കെ. അപ്പൊ അങ്ങനെ വന്നതിന് ശേഷം എന്റെ ജോലി കഴിഞ്ഞെന്ന് ഞാൻ പറയാൻ കാരണം ആ ജഡ്ജ്മെന്റിന്റെ കൂടെ എന്റെ ജോലി കഴിഞ്ഞു. ഇനി ഇവർക്ക് പനിഷ്മെന്റ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ആസ് എൻ ഇൻഡിവിജ്വൽ നമ്പിനാരായണൻ എന്നുള്ള ഒരു വ്യക്തിക്ക് ഇതിനകത്ത് യാതൊരു പ്രശ്നവുമില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ അവർ ആൾറെഡി പനിഷ്ഡാണ്. ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ, സ്ത്രീത്വത്തെ അപമാനിക്കൽ, ക്രൂരമായ ദേഹോപദ്രവം ഏൽപ്പിക്കൽ അടക്കമുള്ള കുറ്റമാണ് ഗൂഢാലോചന കേസിൽ CBI ചുമത്തിയിരിക്കുന്നത്. നമ്പിനാരായണൻ എന്ന ശാസ്ത്രജ്ഞന്റെ ജീവിതം, അതിലെല്ലാം അപ്പുറം രാജ്യത്തിന്റെ ചില സ്വപ്നങ്ങൾ. ISRO ചാരക്കേസിന്റെ ഗൂഢാലോചനാ വിവരങ്ങൾ പുറത്തുവരുമ്പോൾ സ്വാഭാവികമായും അത് ദേശീയ ശ്രദ്ധയാകർഷിക്കും. CBI കോടതി ഇനി എന്ത് നിലപാടെടുക്കുമെന്നുള്ളതും ശ്രദ്ധേയം. ഷഫീദ് റൌത്തർ, 24 തിരുവനന്തപുരം. രാജ്യം വളരെ നാളായി ചർച്ച ചെയ്തിരുന്ന ഒരു കേസാണ്. അതിന്റെ അലയൊലികൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെ അടങ്ങിയിരുന്നു. പക്ഷേ അതിനുശേഷമാണ് ഇപ്പോൾ CBIയുടെ കുറ്റപത്രം കൂടി വരുമ്പോൾ അതിൽ വീണ്ടും ചർച്ചയാവുകയാണ്. കേസ് കെട്ടിച്ചമച്ചത് എന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവം, അതിന്റെ ആഴം അത് ചർച്ചയാകുക തന്നെയും വരും ദിവസങ്ങളിലും അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ വരുന്നൊരു വാർത്ത കൊങ്കൺ പാത ഗതാഗത യോഗ്യമാക്കി എന്നുള്ളതാണ്. രാത്രി 8:30 തുരങ്കത്തിലെ ചെളിയും മണ്ണും നീക്കുന്ന പ്രവൃത്തി പൂർത്തിയായി. പെർണ തുരങ്കത്തിൽ മണ്ണിടിഞ്ഞതോടെ റെയിൽ ഗതാഗതം താറുമാറായിരുന്നു. അപ്പോൾ യാത്രക്കാർ ശ്രദ്ധിക്കുക. അപ്പോൾ തുരങ്കത്തിലെ മണ്ണൊക്കെ നീക്കിയിട്ടുണ്ട്. ഗതാഗതം ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ റെയിൽവേ അറിയിക്കുന്നത്. കൊങ്കൺ പാത പൂർണ്ണമായും ഗതാഗത യോഗ്യമായിരിക്കുന്നു. അതേസമയം തന്നെ വഴിതിരിച്ച ട്രെയിനുകളുടെ സർവീസിൽ മാറ്റമില്ല എന്നും പറയുന്നുണ്ട്. യെസ്. അപ്പോൾ നമുക്കിനി അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം. ഇന്ന് വന്ന ഒരുപാട് പോസിറ്റീവ് എനർജി നിറയ്ക്കുന്ന ഒരുപാട് വാർത്തകളുണ്ട്. നേരത്തെ നമ്മൾ ഹെഡ്ലൈൻസ് വായിച്ച ശേഷം വന്ന കമന്റിൽ പെട്ടെന്ന് നോക്കിയപ്പോൾ കണ്ടതാണ് ഈ കപ്പൽ വരുന്ന വാർത്തയൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുന്നത്. ആ കപ്പൽ വരുന്ന വാർത്തയടക്കം നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ശുഭവാർത്തയിൽ. ട്രയൽ റണ്ണിനൊരുങ്ങി വിഴിഞ്ഞം തുറമുഖം. ഒരുക്കങ്ങൾ പൂർണ്ണമെന്ന് മന്ത്രി VN വാസവൻ. മദർഷിപ്പ് സാൻ ഫെർണാണ്ടോ ശ്രീലങ്ക പിന്നിട്ടു. നാളെ രാവിലെ 9 മണിക്ക് വിഴിഞ്ഞത്ത് നങ്കൂരമിടും. ട്രയൽ റൺ ഉദ്ഘാടനം വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക്. വിവാഹമോചിതയായ മുസ്ലിം സ്ത്രീക്ക് ജീവനാംശത്തിന് അവകാശമുണ്ടെന്ന് സുപ്രീം കോടതി. വിവാഹമോചനം നേടിയ മുൻ ഭാര്യയ്ക്ക് ജീവനാംശം നൽകുന്നതിനെതിരായ ഹർജി തള്ളി. ക്രിമിനൽ നിയമ നടപടി സ്വീകരിക്കുന്നതിൽ നിന്ന് വിവാഹമോചനം നേടിയ മുസ്ലിം സ്ത്രീകളെ വിലക്കാനാകില്ലെന്നും സുപ്രീം കോടതിയുടെ നിർണായക ഉത്തരവ്. 70ാമത് നെഹ്റു ട്രോഫി ജലമാമാങ്കത്തിന് 30 ദിവസം മാത്രം. ഭാഗ്യചിഹ്നം പ്രകാശനം ചെയ്ത് സിനിമാ താരം കുഞ്ചാക്കോ ബോബൻ. ഇക്കുറി ഭാഗ്യചിഹ്നമായി തിരഞ്ഞെടുക്കപ്പെട്ടത് കളിവെള്ളം തുഴയുന്ന നീലപ്പൊന്മാൻ. യെസ്, അപ്പോൾ അതൊക്കെയാണ് ഇന്ന് വന്ന പോസിറ്റീവ് വാർത്തകൾ. നമ്മളെ ആശ്വസിപ്പിച്ച, സന്തോഷം നൽകിയ വാർത്തകളാണ്. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട വാർത്ത നേരത്തെ പ്രേക്ഷകർ ചോദിച്ച ആ കാര്യം തന്നെയാണ്. അത് ആ വിഴിഞ്ഞം പദ്ധതി, അത് നമ്മുടെ വലിയ വികസനത്തിന്റെ വലിയ വാതിലാണ് തുറന്നിടാൻ പോകുന്നത്. അപ്പോൾ മദർഷിപ്പ് ഇങ്ങെത്തി. അതിന് വിശദമായ റിപ്പോർട്ടിലേക്ക് നമ്മൾ പോകുന്നു. ആദ്യ മദർഷിപ്പിനെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു വിഴിഞ്ഞം തുറമുഖം. സാൻ ഫെർണാണ്ടോ കപ്പൽ നാളെ രാവിലെ 9 മണിക്ക് തുറമുഖത്ത് അടുക്കും. മറ്റന്നാളാണ് സർക്കാരിന്റെ ഔദ്യോഗിക സ്വീകരണം. നാളെ രാവിലെ 9 മണിക്ക് തുറമുഖത്തടുക്കുന്ന കപ്പലിൽ നിന്ന് നാളെ തന്നെ കണ്ടെയ്നറുകൾ ഇറക്കി തുടങ്ങും. 1960 കണ്ടെയ്നറുകളാണ് വിഴിഞ്ഞത്തിറക്കുക. മറ്റന്നാൾ രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി, കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി, മന്ത്രിമാർ തുടങ്ങിയവർ ചേർന്ന് കൂറ്റൻ മദർഷിപ്പിന് ഔദ്യോഗിക സ്വീകരണം നൽകും. ട്രയൽ റൺ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. പ്രതിഷേധമറിയിച്ച വിഴിഞ്ഞം ജമാഅത്തുമായി ഉൾപ്പെടെ ചർച്ച നടത്തിയെന്നും ഇനി പ്രതിഷേധമുണ്ടാകില്ല എന്നും മന്ത്രി VN വാസവൻ.
അവർ പ്രഖ്യാപിച്ചിട്ട് അവർക്ക് കൊടുക്കാനുള്ള കാര്യങ്ങളെയൊക്കെ സംബന്ധിച്ച് ചർച്ച ചെയ്ത് എല്ലാ പ്രശ്നങ്ങളും തീരും. ഞങ്ങൾ ഇന്നലെ തന്നെ അത് സംസാരിച്ച് ധാരണയാക്കി കഴിഞ്ഞിട്ടുണ്ട്. അവർക്ക് കൊടുക്കാനുള്ള പൈസ കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നതിന്റെ 106 കോടി രൂപ ഇതിനോടകം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞത്തിറക്കുന്ന ചരക്ക് ഫീഡർ കപ്പലുകളെത്തി വിവിധ തുറമുഖങ്ങളിലേക്ക് കൊണ്ടുപോകും. തുടർന്ന് നിരവധി മദർഷിപ്പുകളും ഫീഡർഷിപ്പുകളും സെപ്റ്റംബർ വരെ തുറമുഖത്ത് വന്നുപോകും. ട്രയൽ റൺ ഉദ്ഘാടന ചടങ്ങിൽ ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ പങ്കെടുക്കില്ല. നോട്ടീസിൽ മാത്രമാണ് പേര് കണ്ടതെന്നും ഔദ്യോഗിക ക്ഷണം ഇല്ലെന്നുമാണ് അതിരൂപത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. പതിറ്റാണ്ടുകൾ നീണ്ട മലയാളിയുടെ കാത്തിരിപ്പ് മണിക്കൂറുകൾക്കുള്ളിൽ അവസാനിക്കും. സാൻ ഫെർണാണ്ടോ നാളെ വിഴിഞ്ഞം തുറമുഖത്തെ കടുക്കും. വിഴിഞ്ഞം ലോകത്തിനു മുൻപിൽ വാതിൽ തുറക്കുകയാണ്. ക്യാമറമാൻ ജിനോസ് രാജിനൊപ്പം ഷഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം. അപ്പോൾ രാജ്യത്തിന് തന്നെ അഭിമാനമാകുന്ന, പ്രത്യേകിച്ച് സംസ്ഥാനത്തിനേറെ നേട്ടമുണ്ടാകാൻ പോകുന്ന ഒരു പദ്ധതി അതിങ്ങനെ ചിറക് വിരിച്ച് പറക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നാളെ ഉണ്ടാകും. അതോടൊപ്പം തന്നെ വെള്ളിയാഴ്ച ഇനി സർക്കാർ സ്വീകരണം നൽകുന്നതോടുകൂടി ഏത് തരത്തിലായിരിക്കും കേരളത്തിലും ഒരു വികസനം സാധ്യമാകുന്നത് എന്നുള്ളതെല്ലാം ചർച്ചയാവാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് വന്ന ചില അലോസര വാർത്തകളിലേക്ക് കൂടി പോകണം. നമ്മൾ അത്ര ആശ്വസിപ്പിക്കാത്ത അല്ലെങ്കിൽ നമുക്ക് അത്ര സുഖമായി തോന്നാത്ത ചില വാർത്തകൾ കൂടി വന്ന ദിവസം കൂടിയാണ്. അപ്പോൾ ആ വാർത്തയിലേക്കാണ് അലോസര വാർത്ത. അട്ടപ്പാടിയിൽ വീണ്ടും ശിശുമരണം. ഷോളയൂർ സ്വദേശികളായ ദമ്പതികളുടെ 1 ദിവസം പ്രായമുള്ള പെൺകുഞ്ഞ് മരിച്ചു. മരണം തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ. കായംകുളം ചേരാവള്ളിയിൽ തെരുവുനായ ആക്രമണത്തിൽ 9 പേർക്ക് പരുക്ക്. ഒരു സ്ത്രീയുടെ കൈവിരലറ്റു. നായ ആക്രമിച്ചത് വീടിനുള്ളിൽ കയറി. പരുക്കേറ്റവർ ചികിത്സയിൽ. പ്രവിത, പനിയൊക്കെ മാറിയില്ലല്ലേ പൂർണ്ണമായിട്ടും? പനി പൂർണ്ണമായി മാറി. ശബ്ദത്തിന് പ്രശ്നമുണ്ട്, അതേ ഉള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ പനി വന്നു കഴിഞ്ഞാൽ അത് പോകാൻ കുറച്ച് പാടാണ്. അങ്ങനെ ഒരു പകർച്ചവ്യാധിയുടെ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഇന്നിപ്പോൾ സംസ്ഥാനത്ത് പനി ബാധിച്ച് 3 മരണമാണ് റിപ്പോർട്ട് ചെയ്തത്. 13,600 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയെന്നാണ് ഔദ്യോഗിക റിപ്പോർട്ട്. തിരുവനന്തപുരത്ത് ചികിത്സയിലിരുന്ന ഒരാൾക്ക് കൂടി കോളറ സ്ഥിരീകരിച്ചിട്ടുണ്ട്. തൃശൂർ 7ാം ക്ലാസ്സുകാരന് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. ഇന്നലെയും ഇന്നുമായി സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ പനിക്കു ചികിത്സ തേടിയത് 27,356 പേർ. ഇന്നു മാത്രം 13,600 പേർ ചികിത്സ തേടി. ഏറ്റവും കൂടുതൽ പനിബാധിതർ മലപ്പുറത്താണ്. തിരുവനന്തപുരം, എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ 1000-ന് മുകളിലാണ് പ്രതിദിന പനിബാധിതർ. 164 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചതിനു പുറമെ 470 പേർ ഡെങ്കി ലക്ഷണങ്ങളോടെ ചികിത്സ തേടി. ഡെങ്കി ബാധിതർ കൂടുതൽ കൊല്ലത്ത്. 52 പേർക്കാണ് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത്. 45 പേർക്ക് H1N1-ഉം 24 പേർക്ക് മഞ്ഞപ്പിത്തവും സ്ഥിരീകരിച്ചു. ഇന്നലെ 225 പേർക്ക് ഡെങ്കിപ്പനിയും 20 പേർക്ക് എലിപ്പനിയും 38 പേർക്ക് മഞ്ഞപ്പിത്തവും 37 പേർക്ക് H1N1-ഉം സ്ഥിരീകരിച്ചിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 8 മരണങ്ങൾ ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം, H1N1, എലിപ്പനി എന്നിവ മൂലമെന്ന് ആരോഗ്യവകുപ്പ് ഇന്നും ഇന്നലെയുമായി സ്ഥിരീകരിച്ചു. ഒരാൾ വയറിളക്ക രോഗം മൂലം മരിച്ചതായും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള 25-കാരന് ഇന്ന് കോളറ സ്ഥിരീകരിച്ചു. നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ഭിന്നശേഷി പുനരധിവാസ കേന്ദ്രത്തിലെ അന്തേവാസിയാണ്. ഇതോടെ തിരുവനന്തപുരത്ത് കോളറ സ്ഥിരീകരിച്ചവരുടെ എണ്ണം 2ആയി. മെഡിക്കൽ കോളേജിൽ 14 പേരും SAT ആശുപത്രിയിൽ 2ഉം ഐരാണിമുട്ടത്തെ ഐസൊലേഷൻ വാർഡിൽ 6 പേരും കോളറ രോഗലക്ഷണങ്ങളോടെ ചികിത്സയിലുണ്ട്. തൃശൂർ സ്വദേശിയായ 12 വയസ്സുകാരന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട്. തൃശൂർ പാടൂർ സ്വദേശിയായ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് അമൃത ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. അങ്ങനെ പനി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ആശങ്കയും. അപ്പം മഴ ഇപ്പൊ കുറച്ച് മാറി നിൽപ്പുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ എന്നാലും പനി കേസുകൾ കൂടുന്നുണ്ട്. ഡെങ്കു ഫീവർ ഉണ്ട്, ഒപ്പം മഞ്ഞപ്പിത്തം പ്രശ്നമാണ്, കോളറ പ്രശ്നമാണ്. സാധാരണ മഴക്കാലത്ത് ഉണ്ടാകുന്ന അസുഖങ്ങൾ. പക്ഷേ ഇത്തവണ കുറച്ചധികം അതിങ്ങനെ പടർന്നു പിടിക്കുന്നുണ്ട് പല മേഖലകളിലായി. ഇപ്പൊ കോളറ പോലും സ്ഥിരീകരിച്ച് അതിങ്ങനെ മാറി മാറി വരുന്നുണ്ട് പലയിടങ്ങളിലേക്കായിട്ട്. ഇതിന്റെ എല്ലാം കൂടെയാണ് അമീബിക് മസ്തിഷ്ക ജ്വരം. തൃശ്ശൂരിലാണ് അടുത്ത കേസ് വന്നിരിക്കുന്നത്. എന്നാലും മഞ്ഞപ്പിത്തം അത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. കഴിഞ്ഞ എനിക്ക് തോന്നുന്നു മഴയെത്തുന്നതിന് മുൻപേ തന്നെ മഞ്ഞപ്പിത്തം ഈ എറണാകുളം പല ഭാഗങ്ങളിലും റിപ്പോർട്ട് ചെയ്തതുമാണ്. അപ്പോൾ ഈ മഞ്ഞപ്പിത്തത്തെ പ്രതിരോധിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? ഡോക്ടർ സൗമ്യ സരൻ അത് പറയുന്നുണ്ട് പ്രേക്ഷകർക്ക്. അപ്പോൾ എന്താണ് ഡോക്ടർക്ക് പറയാനുള്ളത് എന്ന് കേട്ടിട്ട് വരാം. കാണാം ഡോക്ടറിൻ. നമ്മുടെ നാട്ടിൽ നടന്ന പനിമരണങ്ങളിൽ നല്ലൊരു ശതമാനവും മഞ്ഞപ്പിത്തം മൂലമുള്ള മരണങ്ങളായിരുന്നു. മലപ്പുറത്തൊക്കെ പല സ്ഥലങ്ങളിലും ഇത് പടർന്നു പിടിക്കുന്ന ഒരു അവസ്ഥയും നമ്മൾ കാണുകയുണ്ടായി. ശുചിത്വമില്ലാത്ത ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും പകരുന്ന ഹെപ്പറ്റൈറ്റിസ് A എന്ന് പറയുന്ന ഒരു വൈറൽ ഇൻഫെക്ഷനാണ് ഇതിന് പിന്നിലെ പ്രധാനപ്പെട്ട ഒരു കാരണം.
അതുകൊണ്ട് തന്നെ നമ്മുടെ വ്യക്തി ശുചിത്വം, നമ്മുടെ പേഴ്സണൽ ഹൈജീൻ കൊണ്ട് തന്നെ ഈ രോഗം, മഞ്ഞപ്പിത്തം, പടരുന്ന മഞ്ഞപ്പിത്തം ഒരു പരിധി വരെ നമുക്ക് തടഞ്ഞു നിർത്താൻ സാധിക്കും. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക, അതുപോലെ തന്നെ ശുചിത്വമില്ലാത്ത സ്ഥലങ്ങളിൽ നിന്നുള്ള പല പാനീയങ്ങളും വാങ്ങി കുടിക്കുന്നത് ഒഴിവാക്കുക. ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് ഹാൻഡ് ഹൈജീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൈകൾ വൃത്തിയായി ശുചിയായി കഴുകണം. ഭക്ഷണം അടച്ചു സൂക്ഷിക്കണം, ഈച്ചയൊന്നും വന്നിരിക്കാതെ സൂക്ഷിക്കണം. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും വെള്ളവും ശുചിത്വമുള്ളതാണെന്ന് ഉറപ്പുവരുത്തിയാൽ പടരുന്ന മഞ്ഞപ്പിത്തം നല്ലൊരു ശതമാനം നമുക്ക് തടയാൻ സാധിക്കും. ഇതുകൂടാതെ ഒരു കാര്യം കൂടി പറയുകയാണ്. മഞ്ഞപ്പിത്തം വന്നു കഴിഞ്ഞാൽ പലരും ഈ ഒറ്റമൂലി ചികിത്സ തേടി പോകുന്ന ഒരു പതിവ് ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. ദയവ് ചെയ്ത് അത് ചെയ്യരുത്. ശാസ്ത്രീയ അടിത്തറയുള്ള ചികിത്സാ രീതികൾ മാത്രം അവലംബിക്കുക. ഇനി ഇത് പ്രതിരോധിക്കാൻ വാക്സിൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നവർക്കാണ്. ഇതിനെ പ്രതിരോധിക്കാൻ വാക്സിൻ ഉണ്ട്. ഹെപ്പറ്റൈറ്റിസ് എയെ നല്ല രീതിയിൽ പ്രതിരോധിക്കാൻ അവൈലബിൾ ആയിട്ടുള്ള വാക്സിൻ ഇന്ന് നമുക്ക് വിപണികളിൽ ലഭ്യമാണ്. സോ താല്പര്യമുള്ളവർക്ക് അതും ചെയ്യാവുന്നതാണ്. അപ്പോൾ വിശദമായി തന്നെ എന്തൊക്കെയാണ് പ്രതിരോധ മാർഗങ്ങൾ, ഒപ്പം തന്നെ വാക്സിനുണ്ട്, കാര്യങ്ങളൊക്കെ ഡോക്ടർ പറഞ്ഞു. ഇനി ജാഗ്രതയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നല്ല തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക, ശുദ്ധമായ ഭക്ഷണം കഴിക്കുക, ഇതൊക്കെയാണ് ഇനി അതിന് മുന്നിലുള്ള പോംവഴി എന്ന് പറയും. യെസ്. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ കമന്റ് ബോക്സിലേക്ക് വരാനുള്ള സമയമാണ്. ഒരുപാട് പ്രേക്ഷകർ നേരത്തെ പറഞ്ഞത് എന്താണ് കമന്റ് വായിക്കാത്തതെന്ന്. അപ്പോൾ കമന്റ് മാത്രമല്ല, കമന്റിലേക്ക് തീർച്ചയായിട്ടും വരും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാനല്ലേ നമ്മളിവിടെ നിൽക്കുന്നത്. അപ്പോൾ വാർത്തകൾ മാറ്റി വെക്കുന്നില്ല, അതും കൂടെ ഉണ്ടാവും. അപ്പം വാർത്തകളും കമന്റുകളും വിശേഷങ്ങളും ഒക്കെ എങ്ങനെ പോവാം കവിത? അതെ, മിനി ബാബു പറഞ്ഞു, പ്രസിഡന്റ് പ്രവിത സത്യം, ഈ വാർത്തകൾ കേട്ട് ഇങ്ങനെ വീണ്ടും വീണ്ടും കേട്ടിട്ട് ബോറടിക്കുന്നു, രാവിലെ മുതൽ ഇത് കണ്ടുമടുത്തു എന്ന് പറയുന്നു. നമുക്ക് പുതിയതായി വരുന്ന പ്രേക്ഷകരുണ്ടാവും, അപ്പോൾ അവർക്കും കൂടി ഈ വാർത്ത കൊടുക്കണമല്ലോ, അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും പ്രധാനപ്പെട്ട വാർത്ത പറയുന്നത് കേട്ടോ മിനി. അപ്പം ശ്രീരാജ് നമ്മുടെ കൊടുത്തൊരു വാർത്തയെപ്പറ്റി പറഞ്ഞു, 25 വർഷങ്ങൾ നമ്പിനാരായണന് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ലിഡിയ പറയുന്നു സൂപ്പർ 2 പേരും, താങ്ക് യു. രവികുമാർ പറയുന്നു ഞാൻ പോകുന്നു, 2 പേർക്കും ഒരു അടിയുടെ കുറവുണ്ട്. ഒരു പാട്ട് പറഞ്ഞിട്ട് പ്രവിത പാടിയില്ല. ഏത് പാട്ടാണ് ചേട്ടാ, ഒന്നുകൂടി പറയോ? തീർച്ചയായിട്ടും പാടുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ ഒരു വാർത്ത വരുന്നുണ്ട്. വിശദാംശങ്ങളിലേക്ക് നമുക്ക് അല്പസമയത്തിനകം വരാം, എന്താണ് അതിന്റെ കൂടുതൽ വിവരങ്ങൾ എന്നുള്ളത്. അപ്പോൾ ഇനിയിപ്പോ നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു വാർത്ത കൂടി വരുന്നു. കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകി എന്നുള്ളതാണ് ആ വാർത്ത. IIT മദ്രാസിന്റെ റിപ്പോർട്ടിൽ വ്യാപക ക്രമക്കേടോ അസ്വാഭാവികതയോ കണ്ടെത്തിയിട്ടില്ലെന്നാണ് കേന്ദ്രം ഇപ്പോൾ സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ പറയുന്നത്. അതെ, പ്രേക്ഷകരുടെ കമന്റ്സിലേക്ക് വന്നാൽ അഭിജിത്ത് പറയുന്നു ഇന്ന് എന്താണാവോ നല്ല ക്ഷീണം ഉണ്ട്, ഉറക്കം വരുന്നു, എന്തായാലും 11:30 കഴിഞ്ഞിട്ടേ ഉറങ്ങുള്ളൂ. ഗുഡ് അഭിജിത്ത്. വെരി ഗുഡ്. അപ്പോൾ വെൽക്കം ബാക്ക് പ്രിയ പ്രേക്ഷകരെ. ഗുഡ് നൈറ്റ് വിത്ത് പ്രജൻ ആൻഡ് പ്രവിത തുടരുകയാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ പറയാറുണ്ട്, പക്ഷേ അതിനു മുമ്പ് ഒരു അതിഥി നമ്മളൊപ്പം ചേരാൻ പോവുകയാണ്. ഒരു സസ്പെൻസ് ആണ് അത്. എന്താണ് പറയുക, അടുത്ത സെഗ്മെന്റിൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് നേരെ പോവാം. വൈറൽ വേവ്. അപ്പോൾ എല്ലാ ദിവസവും സോഷ്യൽ മീഡിയയിൽ വൈറലായ, ഏറ്റവും കൂടുതൽ ആൾക്കാർ ഷെയർ ചെയ്ത, കണ്ട ഏതെങ്കിലും ഒരു വീഡിയോ നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവെക്കാറുണ്ട്. അപ്പോൾ ഇന്നെന്താണ്? അതായത് ഈ പാമ്പ് പിടുത്തക്കാരെ പാമ്പിനെ പിടിക്കുന്നത് നമ്മൾ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും, നേരിട്ട് കണ്ടവരുണ്ടാവും. അത്തരത്തിൽ ഒരു പെരുമ്പാമ്പിനെ വളരെ സിമ്പിളായി പിടിക്കുന്ന ഒരു പെൺപുലിയുടെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ആരാണത്? അത് സസ്പെൻസ് ആണ്. ആദ്യം വിഷ്വൽ ഒന്ന് കാണാം. വെളിയാക്ക പൈസ കൂടെ കൊടുക്കും, അല്ല അങ്ങോട്ട് പോയി ദൃശ്യങ്ങളിൽ നിന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അടിപൊളി അല്ലേ? വളരെ ചിരിച്ചുകൊണ്ടാണ് പാമ്പിനെയൊക്കെ പിടിച്ച് കൂട്ടിലാക്കി കൊണ്ടുപോകുന്നത് അല്ലേ? ഇത് ഒരു പക്ഷേ പ്രേക്ഷകർക്ക് ഇതിനടക്കം ഇതിനു മുമ്പും ഇത്തരം വീഡിയോസ് കണ്ടിട്ടുണ്ടാവും, ഇതേ ആളുടെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് വൈകാതെ നമുക്ക് നമ്മുടെ സ്ക്രീനിലേക്ക് എത്താൻ പോവുകയാണ്. ഫോറസ്റ്റ് ബീറ്റ് ഓഫീസർ റോഷ്നി GS ആണ് ഈ ധൈര്യശാലി എന്ന് പറയാം. ജോലിയുടെ ഭാഗമായിട്ട് ചെയ്താണെങ്കിൽ കൂടി നമുക്ക് അങ്ങനെ പറയേണ്ടിയിരിക്കുന്നു. ഹായ് മാഡം. ഹായ്. ഹായ് റോഷ്നി മാഡം.
ഗുഡ് ഈവനിങ്. ഹായ്. റോഷ്നി മാഡം, ഈ Good evening. നമ്മള് ഇതുപോലുള്ള ദൃശ്യങ്ങള് റോഷ്നി മാം ഇതുപോലെ തന്നെ പാമ്പിനെ പിടിക്കുന്ന പല ദൃശ്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ പെരുമ്പാമ്പിനെ പിടിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ആദ്യമായിട്ടാണോ പെരുമ്പാമ്പിനെ പിടിക്കുന്നത്? എന്റെ 73ാമത്തെ പെരുമ്പാമ്പാണ്. അമ്മേ. അതെ, അത് മാഡം എന്താ അറിയോ, ഇന്നിപ്പോ വൈറലായി അല്ലെങ്കിൽ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് വൈറലായി ഈ വീഡിയോയിൽ നമ്മൾ കണ്ടത് ഒരു ചെറു പുഞ്ചിരിയോടെയാണ് പാമ്പിനെയൊക്കെ വളരെ സ്മൂത്ത് ആയിട്ട് അങ്ങ് പിടിച്ചു കൊണ്ടുവന്നത്. അപ്പൊ അത്രയും സിമ്പിൾ ആണോ പരിപാടി? സിമ്പിൾ അല്ല അങ്ങനെ നമുക്ക്, പക്ഷെ നമ്മളെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോ അവർക്ക് നമുക്കൊരു ഫീൽ എന്താണ്, നമ്മൾ പേടിച്ചു തന്നെന്ന് അതിനെ എടുക്കുവാണെങ്കിൽ അത് അവരുടെ ഒരു കോൺഫിഡൻസിനും കൂടി ഒരു ബുദ്ധിമുട്ടല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എന്റെ 73ാമത്തെ പെരുമ്പാമ്പാണ് ഞാൻ ഇന്ന് രാവിലെ എടുത്ത പെരുമ്പാമ്പ്. അപ്പോ ഇപ്പൊ എനിക്ക് എന്തുവാണ്, ഞങ്ങൾ തമ്മിൽ വളരെ അടുത്ത ബന്ധമാണ് ശരിക്കും. ഇപ്പൊ പാമ്പുകൾ എങ്ങനെയാകും റിയാക്ട് ചെയ്യാന്നൊക്കെ ചിലപ്പം നന്നായി മനസ്സിലായിട്ടുണ്ട്. കാരണം 73ാമത്തെ പെരുമ്പാമ്പ് എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ നമ്പർ അല്ലല്ലോ. അത് ഒരു കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യം പിടിച്ച പാമ്പ്, ഏറ്റവും ആദ്യം ഇതുപോലെ കൊട്ടയിലാക്കി കൊണ്ടുപോയ പാമ്പും ഇപ്പോ ഒടുവിൽ ഏറ്റവും പിടിച്ച, അങ്ങനെ ആ ഒരു രണ്ട് മൊമെന്റ് ഒന്ന് ആലോചിക്കുമ്പോ എന്താ തോന്നുന്നു? അതെ, ആദ്യം ഫസ്റ്റ് ഞാൻ എടുക്കുന്നത് ഒരു കോഴിക്കോട്ടിലെ കോഴിയെ വിഴുങ്ങിയിട്ടിരുന്ന ഒരു പാമ്പിനെയാണ്. അതാണ് എന്റെ ആദ്യത്തെ പൈത്തൺ. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അതെ ഇന്നാണ് ഞാൻ ഇത് ലാസ്റ്റ് ഇപ്പൊ 73ാമത്തേതാണ് ഇന്ന് രാവിലെ എടുക്കുന്നത്. ഞാൻ ഒരു ദിവസം തന്നെ 3 വരെ എടുത്ത ദിവസങ്ങളുണ്ട്. 3 പെരുമ്പാമ്പിനെ ഒറ്റ ദിവസം റെസ്ക്യൂ ചെയ്ത ദിവസങ്ങളുണ്ട്. ഓഹോ. മറ്റൊന്ന് ഇപ്പം ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഷെയർ ചെയ്യപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട വീഡിയോ, ഒരു സാധാരണ ഡ്രസ്സിൽ, ഇന്നിപ്പോൾ എനിക്ക് തോന്നിയത് യൂണിഫോമിലാണ് ഇന്നത്തെ ഈ പാമ്പിനെ പിടിച്ചത്. എനിക്ക് അതിന് മുമ്പ് ഒരു ചുരിദാറൊക്കെ ഇട്ട് വന്ന് വളരെ കൂളായിട്ട് പാമ്പിനെ പിടിച്ചു പോകുന്നൊരു വീഡിയോയും ഇതുപോലെ വൈറലാണ്. അതെന്തായിരുന്നു സംഭവം? അത് ശരിക്കും ഞാനന്ന് ലീവിലായിരുന്നു. അപ്പോ ഞാൻ വേറൊരു ആവശ്യത്തിന് പുറത്ത് പോയതായിരുന്നു. അപ്പൊ ഇങ്ങനെ കോള് വന്നു, ഞാനിവിടെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇവിടെ ഒരു പാമ്പ് ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് അവര് വിളിച്ചതാണ്. അപ്പോ മീൻസ് ഞാൻ എവിടെ പോയാലും എന്റെ കയ്യിൽ ടൂൾസ് ഉണ്ടാവും, ഉറപ്പായിട്ടും എന്റെ കാറിന്റെ ഡിക്കിയിൽ സാധനങ്ങൾ ഉണ്ടാവും. അപ്പൊ വിളിച്ചു, അപ്പോഴെ തന്നെ പോയി. പിന്നെ വന്നിട്ട് യൂണിഫോമോ അല്ലെങ്കിൽ നമ്മുടെ ജീൻസും ഷർട്ടോ ഒന്നും ഇടാനുള്ള സമയം പാമ്പ് അവിടെ ഇരിക്കണം എന്നില്ല. അതിനൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല, കൂടെ നിൽക്കുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല. അത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് പിന്നെ അങ്ങനെ തന്നെ അങ്ങ് പോയതാണ്. പിന്നെ പൈത്തൺ എന്ന് പറയുമ്പോൾ നോൺ വെനമസ് ആണ്, വിഷമില്ല. പക്ഷെ കായിക ബലം കുറച്ച് കൂടുതലാണ്. എന്നെ കൊണ്ട് എടുക്കാൻ പറ്റുന്നതിലും വലിയ ഭാരമുള്ള പാമ്പുകളുണ്ട്. ഞാൻ 45-50 കിലോയോളം വെയിറ്റ് ഉള്ള പാമ്പിനെ ഞാൻ എടുത്തിട്ടുണ്ട്. അതെ, പോകുമ്പോ ഒറ്റയ്ക്കാണല്ലോ മിക്കവാറും പോകാറുള്ളത്. അപ്പം ഇത്തരം ഈ പാമ്പിനെ പിടിക്കുന്നിടത്തൊക്കെ ഒരുപാട് ആളുകൾ കൂടാറുണ്ട്. അത് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? ബുദ്ധിമുട്ടൊന്നും അങ്ങനെ വലിയ ബുദ്ധിമുട്ട്, ആൾക്കാർ നമ്മളിപ്പോ ഒരു ലേഡി ആയതുകൊണ്ട് നല്ല സഹകരണം ഉണ്ടാവാറുണ്ട്. അങ്ങനെ അവരുടെ ഭാഗത്ത് ബുദ്ധിമുട്ടുണ്ടാവാറില്ല. പക്ഷെ ഒരു സ്ത്രീ ആയതുകൊണ്ട് ചിലപ്പോൾ ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ്. ഇതുപോലെ വേറെ ആൾക്കാരുണ്ടോ, ഇതുപോലെ ഈ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറായിട്ട് ലേഡീസ് ഉണ്ടോ, അല്ലെങ്കിൽ ഇതുപോലെ പാമ്പിനെ ഇങ്ങനെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുണ്ടോ? ഇപ്പൊ ഒത്തിരി പേർക്ക് ട്രെയിനിങ് കൊടുത്ത് നമ്മുടെ സർപ്പ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ വഴിയാണ് ലൈസൻസ് കൊടുക്കുന്നത്. അപ്പൊ ഒത്തിരി പേര് ഇപ്പൊ വരുന്ന പിള്ളേർക്കൊക്കെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. എല്ലാവരും വരണം എന്നാണ് എന്റെ അഭിപ്രായം. ഇതിന്റെ ഒരു ചലഞ്ച് ഫാക്ടർ എന്ന് പറയുന്നത് നമുക്കും ഒന്നും പറ്റാൻ പാടില്ല, നമ്മൾ പിടിക്കുന്ന പാമ്പിനൊന്നും പറ്റത്തില്ല. അങ്ങനെ രണ്ട് ഒരു റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടല്ലോ അല്ലേ? അതെ, ഉറപ്പായിട്ടും നമുക്ക് നമ്മുടെ സുരക്ഷയുണ്ട്, പാമ്പിന്റെ സുരക്ഷയുണ്ട്, കൂടി നിൽക്കുന്നവരുടെ. പാമ്പ് കടിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇതുവരെ ഇല്ല. എത്ര പാമ്പുകളെ ആകെ മൊത്തം പിടിച്ചിട്ടുണ്ടാവും? മൊത്തം 400ഓളം പാമ്പിനെ എടുത്തിട്ടുണ്ട്. അപ്പം സേഫ് ആയിട്ട് തന്നെ തുടരുക, ഇതുപോലെ വളരെ കൂളായിട്ട് ആ ജോലി ആസ്വദിക്കുന്നുണ്ടെന്നുള്ളത്. അതിനൊരു ഒറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ റോഷ്നി മാഡം, ഇപ്പം മഴക്കാലമാണ്, കൂടുതൽ ഇങ്ങനത്തെ ഇഴജന്തുക്കളെയൊക്കെ കാണാനുള്ള സാധ്യതയുണ്ട്. അപ്പം കണ്ടു കഴിയുമ്പോൾ ആളുകൾ സ്വാഭാവികമായിട്ട് അതിനെ തല്ലിക്കൊല്ലാനാണ് സാധ്യത കൂടുതൽ. ഇപ്പോൾ എപ്പോഴും ഫോറസ്റ്റുകാരെ വിളിക്കണം എന്നൊന്നുമില്ല, കാരണം ഏത് പ്രദേശത്തും ഇപ്പൊ പാമ്പിനെ കാണാമല്ലോ. അപ്പം അങ്ങനെയുള്ളപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? വളരെ പെട്ടെന്നൊന്ന് പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കാമോ? ഇപ്പോ ശരിക്കും മഴ ആയതുകൊണ്ട് ഒത്തിരി പെരുമ്പാമ്പ് ഒത്തിരി പുറത്ത് വരുന്നുണ്ട്. ഈ ആറ്റിൽ കൂടിയൊക്കെ ഒഴുകിയിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് ശരിക്കും അതിനാവശ്യം ഫുഡും അതിന് കിടക്കാൻ ഒരു ഷെൽട്ടറുമാണ് ആവശ്യം. ഇത് രണ്ടും നമ്മുടെ നാട്ടിൻപുറത്ത് വളരെ സുലഭമാണ്. ഫുഡ് നല്ലോണം കിട്ടുന്നുണ്ട്, പറമ്പുകളൊക്കെ കാടുപിടിച്ച് കിടക്കുവാണ്. അപ്പൊ അതിന് കിടക്കാനുള്ള നല്ല സൗകര്യമുണ്ട്. വനത്തിൽ കിടക്കുന്നതിനേക്കാൾ സുഖമായിട്ട് കിടക്കാനുള്ള സൗകര്യം ശരിക്കും നാട്ടിൻപുറത്തും ഉണ്ട്. കോഴിയൊക്കെ ഒത്തിരി കിട്ടുന്നുണ്ട്, ഫുഡ് കിട്ടുന്നുണ്ട്. കാട്ടുപന്നിയൊക്കെ നാട്ടിൻപുറത്ത് ഒത്തിരി ഉണ്ട്. ഇത് കാട്ടുപന്നി എന്ന് പറയുന്നതൊക്കെ പെരുമ്പാമ്പിന്റെ പ്രയാണ്.
അപ്പൊ ആ ഒരു കാരണം കൊണ്ടാണ് ശരിക്കും പാമ്പുകൾ നമ്മൾ വനത്തിൽ കൊണ്ടുവിടുന്നത് പോലും പലപ്പോഴും തിരിച്ചു വരുന്നുണ്ട് എന്ന് നമുക്ക് തോന്നുന്നുണ്ട്. കാരണം ഇല്ലെങ്കിൽ ഇത്രത്തോളം നാട്ടിൻപുറത്തുനിന്ന് പിടിക്കാൻ നമുക്ക് പറ്റത്തില്ല. ഒത്തിരി പാമ്പിനെ എടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ പറമ്പൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടുക, വീടിന് ചുറ്റും ഒന്ന് ഭംഗിയാക്കി ഇടുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. കാരണം ഇത് മാത്രമല്ല, പൈത്തൺ മാത്രമല്ല വിഷമുള്ളത്. പൈത്തണാണെങ്കിൽ നമുക്ക് വിഷം ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ കോഴിക്കോ പൂച്ചയ്ക്കോ പട്ടിക്കോ ആപത്തുണ്ടാവാന്നേ ഉള്ളൂ. പക്ഷെ മനുഷ്യർക്ക് ഉപദ്രവം വരുന്നത് വിഷമുള്ള പാമ്പുകളാണ്. അപ്പൊ അതായാലും ഇതുപോലെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് മാക്സിമം നമ്മുടെ വീടിന് ചുറ്റും നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലൊന്ന് വൃത്തിയാക്കി ഇടണം. അത് ഉറപ്പായിട്ടും ചെയ്യണം. ശരി, അപ്പോ വളരെയധികം നന്ദി ഈ സമയത്ത് നമ്മുടെ ഒപ്പം ചേർന്നതിന്. ഇനിയും ജോലി തുടരുക, വളരെ കൂളായി എൻജോയ് ചെയ്ത് ജോലി ചെയ്യുക, സേഫ് ആയിട്ടിരിക്കുക എന്ന് പറയാണ്. താങ്ക് യു റഷ്മി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അതാണ് പറയാനുള്ള, മഴക്കാലമാണ്, എന്തുകൊണ്ടും പറമ്പും വീടിന്റെ പരിസരമൊക്കെ അതെ, നന്നായി വൃത്തിയാക്കി നമ്മുടെ പ്രേക്ഷക ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്, ഞാനൊക്കെ ആയിരുന്നെങ്കിൽ ഓടി ഒഴുകി പുല്ല് പോലും മുളക്കിലായിരുന്നു. കാരണം പെരുമ്പാമ്പൊന്നും വേണ്ട, ഒരു ഓലപ്പാമ്പ് മതി എന്നാണ് റീന സതീശൻ പറഞ്ഞത്. അങ്ങനെ എല്ലാവർക്കും പേടിയുള്ള സമയത്താണ്, ആ സ്ഥലത്താണ് ഒരു എന്താ പറയാ, ഒരു വനിത അങ്ങ് വന്ന് ധൈര്യശാലിയായിട്ട് വലിയ പെരുമ്പാമ്പിനെ 50 കിലോ അടക്കമുള്ള പാമ്പിനെ കൈകാര്യം ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ പെട്ടെന്ന് കമന്റ്സിലേക്ക് പോവാം. മണികണ്ഠൻ പറയുന്നു, പ്രഭ ഗുഡ് മോർണിംഗ്, ഇന്നും രണ്ടാളും സൂപ്പറാണല്ലോ, താങ്ക് യു. പിന്നെ നമ്മുടെ ഇപ്പോൾ നമ്മൾ റോഷ്നി മാഡവുമായിട്ടുള്ള ഇന്റർവ്യൂവിന് ശേഷം പറയുന്നുണ്ട്, എന്താ ഇതിലും വലിയ പാമ്പ് ഇവിടെ കമന്റ് ബോക്സിലുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് ആ കമന്റ് ഇപ്പം എനിക്ക് കാണുന്നില്ല. ഓക്കെ, അത് പോയെന്ന് തോന്നുന്നു. അതോടൊപ്പം നിങ്ങൾക്ക് രണ്ടുപേർക്കും പാമ്പിനെ പിടിക്കാൻ ശ്രമിച്ചുകൂടെ? ബാബു 24 ഗുഡ് മോർണിംഗ്. അങ്ങനെ ഒരു ഐഡിയോ? ഓക്കെ, പാബ് ചോദിക്കുന്നുണ്ട്. PM മാത്യു ഏഴുലി പറയുന്നു, ഗുഡ് നൈറ്റ് വിത്ത് പ്രസിഡന്റ് പ്രവിത പ്രോഗ്രാം വ്യത്യസ്തമാക്കുന്നു, അഭിനന്ദനങ്ങൾ, താങ്ക് യു. ഓക്കെ, അപ്പോൾ അതിനിടയിൽ ഒരുപാട് കമന്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു. റീന സതീശന്റെ കമന്റ് നമ്മൾ നേരത്തെ വായിച്ചു. ഷഫീർ പറയുന്നുണ്ട്, പാമ്പുകളിൽ സൈക്കോ ആണല്ലേ ആണെന്ന്. അതറിഞ്ഞൂടാ, ചോദിക്കാം. അരുൺ ജി മുട്ടട പറയുന്നു, പ്രജിനൻ പ്രവിത, നമ്മുടെ പ്രോഗ്രാമിൽ മലയാളം പാട്ടുകൾക്കൊപ്പം തമിഴ് പാട്ടുകൾ കൂടി പാടൂ, പ്രത്യേകിച്ചും AR റഹ്മാൻ സംഗീതം നൽകിയ റോജ ഉൾപ്പെടെയുള്ള 90s സിനിമകളിലെ പാട്ടുകൾ പാടാലോ? പാടാം, വരുന്ന ദിവസങ്ങളൊക്കെ പാടാം. പിന്നെ പ്രവിത പ്രജിൻ, ഒരേപോലെ ഡ്രസ് ഡിസൈൻ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറയുന്നുണ്ട്. ശ്രീരാജ് പറയുന്നുണ്ട്. പിന്നെ കട്ടശ്ശേരിയുടെ ഒരു കോട്ടാണെന്ന് തോന്നുന്നു, വറ്റിവരണ്ട തടാകങ്ങൾ സ്വപ്നങ്ങളിൽ നിറഞ്ഞു തുളുമ്പിയ കാലം സൂക്ഷിക്കുന്നു, അതിൻ്റെ ഉറങ്ങുന്ന മോഹങ്ങൾ ഒരു മഴത്തുള്ളിയിൽ ഉണരുന്നു, ആഴങ്ങളിൽ ഒളിഞ്ഞ വിത്തുകൾ വിരിഞ്ഞു വളരുന്നു സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞ് അങ്ങനെ എഴുതുന്നുണ്ട്. അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ രമക്കെ പറയുന്നുണ്ട് കേട്ടോ. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഇത്രയും നാൾ മയക്കുമരുന്ന് സ്വർണമൊക്കെ പ്ലെയിനിലായിരുന്നു കള്ളക്കടത്ത് നടത്തിയിരുന്നത്, ഇനിയിപ്പോൾ കപ്പലിലായിരിക്കുമല്ലേ എന്ന് പറയുന്നുണ്ട്. അതിന് നമുക്കത് എങ്ങനെയാണ് നോക്കാം വരും ദിവസങ്ങളിൽ. എന്തായാലും അതൊക്കെ ഒരു സൈഡ് മാത്രമേ ഉള്ളൂ. നമ്മളുടെ കേരളത്തെ സംബന്ധിച്ച് അത് ഏറെ അഭിമാനകരമായ ഒരു പദ്ധതിയാണ്. നമ്മൾ അതിന്റെ നല്ല വശങ്ങൾ കാണുക എന്നാണ് എനിക്ക് രമയോട് പറയാനുള്ളത്. തരുൺജി മുട്ടട വീണ്ടും പറയുന്നു, വല്ലപ്പോഴും ഒക്കെ ഒരു തമിഴ് പാട്ടിന്റെ 4 ലൈൻ എന്താ പാടാം ഇപ്പോ. ഏതാ? പൂവേ செம்பூவே உன் வாசம் வரும் வாசல் உன் வாசல் உன் பூங்காவனம் வாய்ப்பேசிடும் புல்லாங்குழல் நீதானொரு பூவின் மடல் பூவே செம்பூவே உன் வாசம் வரும் வாசல் என் வாசல் உன் பூங்காவனம் வாய்ப்பேசிடும் புல்லாங்குழல் நீதானொரு പൂവിൻ മടൽ. എനിക്ക് ലിറിക്സ് അറിയില്ല. അപ്പോൾ പ്രേക്ഷകരെ നമ്മൾ വീണ്ടും ഇൻവൈറ്റ് ചെയ്യാണ്. അപ്പോൾ പ്രേക്ഷകരും 24ന്റെ ഭാഗമാകാം. സ്ക്രീനിൽ നമ്മളോടൊപ്പം ചേരാം. കുടുംബസമേതമോ സുഹൃത്തുക്കൾക്കൊപ്പമോ ഒക്കെ ഇരിക്കുന്നവർ നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ച് അവിടെ ഇരുന്നിട്ട് നമ്മൾ ഇപ്പോൾ കാണിക്കുന്ന QR കോഡ് സ്കാൻ ചെയ്യാൻ പറ്റില്ലെന്ന് തോന്നുന്നു അല്ലേ? അത് ഒന്നുകൂടെ സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇതാ ഇപ്പോൾ ഈ QR കോഡ് സ്കാൻ ചെയ്യാൻ ഇപ്പോൾ ഇവിടെ നമുക്ക് സ്കാൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നേരെ പൊക്കോ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം, അവിടെ 24ന്റെ പേജ് ഉണ്ട്. അതിൽ ഇതേ QR കോഡ് നമുക്ക് അവിടെ കാണാം. അവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. 11:30 വരെ ആ QR കോഡ് അവിടെ തന്നെ കാണും. ഇപ്പോൾ സ്കാൻ ചെയ്ത് പെട്ടെന്ന് തന്നെ വിളിച്ച് നമ്മുടെ സ്ക്രീനിലേക്ക് എത്തുക. അപ്പോൾ വിളിക്കുമല്ലോ അല്ലേ, കാത്തിരിക്കുകയാണ് നിങ്ങളെ നേരിൽ കാണാൻ. യെസ്, അപ്പോൾ നമുക്കൊരു പ്രേക്ഷകൻ വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ബിനൽ ലാൽ ആണ്, കോഴിക്കോട് നിന്നാണ്. ഹലോ, ഹായ് ബിനൽ ലാൽ.
ഹായ് ബിനിൽ ഞാൻ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖായിരിക്കുന്ന? സുഖം. കോഴിക്കോട് എവിടെയാണ് ബിനിൽ? കോഴിക്കോട് പന്തീരങ്കാവ്. പന്തീരങ്കാവ്. നമ്മള് വാർത്തകളൊക്കെ ഒരുപാട് വായിക്കാറുള്ള ഫേമസ് ആണ്. അതെ. ബിനിൽ എന്ത് ചെയ്യുന്നു കോഴിക്കോട്? ഞാൻ കൺസ്ട്രക്ഷൻ വർക്കാണ്, PWD കോൺട്രാക്ടർ ആണ്. ഇപ്പൊ മഴക്കാലൊക്കെ ആണല്ലോ, എങ്ങനെയുണ്ട് പണിയൊക്കെ? ചെറിയൊരു ഫാമുണ്ട് വീട്ടില്, പശു ഫാമായിട്ട്. അടിപൊളി. അപ്പൊ കൃഷിയും ഒക്കെ ഒരുമിച്ച് കൊണ്ടുപോകുന്നുണ്ടല്ലേ? അതെ അതെ. അപ്പൊ ഞാൻ ചോദിച്ചതേ, മഴക്കാലമൊക്കെ ആണല്ലോ, അപ്പം കൺസ്ട്രക്ഷൻ വർക്ക് ഒക്കെ എങ്ങനെ പോകുന്നു എന്നാണ്. കൺസ്ട്രക്ഷൻ വർക്ക് വളരെ മോശമാണ്. PWD വർക്ക് ആയതുകൊണ്ട് ബില്ലൊന്നും മാറി വരാത്ത കാരണം കുറച്ച് ടൈറ്റ് ആണ്. PWD കോൺട്രാക്ടർ ആണോ? അതെ, കോർപ്പറേഷനിലാണ് വർക്ക് എടുക്കാറ്. അത് പറയുമ്പോ കോഴിക്കോടിനെ ബന്ധിപ്പിച്ച് പറയാവുന്ന ഒരു സിനിമയുണ്ട് അല്ലേ? വെള്ളാനകളുടെ നാട്. ഇപ്പൊ തീരെ കറക്റ്റാ. ഇടയ്ക്ക് ഇങ്ങനെ ആലോചിക്കാറുണ്ടോ? പിന്നെ വീട്ടിൽ വേറെ ആരൊക്കെ ഉണ്ട് പിന്നിൽ? വീട്ടിലെ അച്ഛൻ, അമ്മ, പിന്നെ വൈഫ്, ഒരു മകൻ. മകൻ എത്ര വയസ്സായി? മകൻ ഇപ്പൊ 5 വയസ്സ് കഴിഞ്ഞു. CMA-ലാണ്, UKG പഠിക്കുന്നു. മോൻ ഉറങ്ങിയോ? ഉറങ്ങി. കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾ QR കോഡിനെ കണ്ടത്. അപ്പൊ ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ ചെയ്തതാ. അപ്പൊ തന്നെ കിട്ടി. അതാണ്. 24ന്റെ സ്ഥിരം പ്രേക്ഷകനാണെന്ന് അറിയാം. അപ്പം എന്താണെങ്കിലും ഇതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് ഊർജ്ജം തരുന്നതാണ്. നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും. നേരിട്ട് ഈ വീഡിയോ കോളിൽ വന്നതിൽ ഒരുപാട് താങ്ക്സ്. ഗുഡ് നൈറ്റ്. വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്. ശ്രീകണ്ഠൻ നായർ അവരുടെ അന്വേഷണം പ്രത്യേകം പറയണം. ഞങ്ങൾ മെയിൻ ആളാണ്. കാണുന്നുണ്ടാവും. ബിനിൽ ലാലാണ് കോഴിക്കോട് പന്തീരാങ്കാവിൽ നിന്നും വിളിച്ചത്. അങ്ങനെ നിങ്ങൾക്കും ഇതുപോലെ സ്ക്രീനിന്റെ ഭാഗമാകാം. പെട്ടെന്ന് വിളിച്ചു തുടങ്ങാം. ഓക്കെ, യെസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗുഡ് നൈറ്റ് വിത്ത് പ്രജിൻ ആൻഡ് പ്രവിത തുടരുകയാണ്. അവസാന ഘട്ടത്തിലേക്ക് വരികയാണ്. ഇനി സെഗ്മെന്റുകളുണ്ട്, നിങ്ങളുടെ കമന്റുകൾ നമ്മൾ കാണുന്നുണ്ട്. വിജയൻ പറയുന്നു, ഉറക്കം കൺകളിൽ ഊഞ്ഞാല് കെട്ടുമ്പോൾ എന്താ നിൻമുഖം 24 എന്ന് പറയുന്നു. കൊള്ളാം. അതെ, ക്രിയേറ്റിവിറ്റി വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. സായി എന്ന് പറയുന്നു, പ്രജനേട്ട പാട്ട് സൂപ്പർ ആയിരുന്നു. പ്രവിത ചേച്ചി പാട്ടൊക്കെ പഠിച്ചു വരണ്ടേ അമ്മാനെ, ഇതൊക്കെ നോക്കണ്ടേ? ഒരുപാട് പാട്ടുകൾ അറിയാം, നമുക്കറിയാത്ത പാട്ടുകളൊക്കെ ഇതൊക്കെ അറിയാം. ഓക്കെ, അപ്പൊ അതുപോലെ എന്താ അരുൺലാല് വലിയ ഒരു ജീവിത വീക്ഷണമൊക്കെ ഇട്ടുണ്ട്. ജീവിതം ഒരു വലിയ സാഗരമാണ്. ആ സാഗരത്തിൽ വെള്ളമുണ്ട്, മീനുകളുണ്ട്, പായലുകളുണ്ട്. എന്നാൽ ആളുകൾക്ക് അതൊന്നും വേണ്ട. അവർക്ക് വേണ്ടത് ഹാഷ്മി അന്വേഷിക്കുന്നുണ്ട് കുറച്ച് പേര്. ഹാഷ്മിയെ കാണാനില്ല 2 ദിവസമായിട്ട്. എന്ത് പറ്റി? ഹാഷ്മിക്ക് ചെറിയൊരു പനിയുണ്ട്. ഓക്കെ, റെഡി ആയ ആള്. അപ്പൊ നാളെ വരും. അതെ. പിന്നെന്താ, നമ്മുടെ അരുൺ ജി മുട്ടട പറയുന്നു, പ്രവിത പ്രജൻസിസ് താങ്ക് യു, പാട്ട് അടിപൊളിയായി എന്ന് പറയുന്നുണ്ട്. ഈ പരിപാടിയിൽ ഗസ്റ്റായി SKനെ വിളിച്ചാൽ വരില്ലേ എന്ന് വിജയൻ ചോദിക്കുന്നുണ്ട്. നമുക്ക് വിളിച്ചു നോക്കാം. അപ്പം ചാനലിനൊപ്പം ഒരു സംഗീത ട്രൂപ്പ് കൂടി ആയാൽ നല്ല തീരുമാനം എന്ന് രാജേന്ദ്രൻ വയല പറയുന്നുണ്ട്. പിന്നെ ഒരു പ്രേക്ഷകൻ പറയുന്നുണ്ടായിരുന്നു, ഇന്ന് ഭയങ്കര ബാഡ് ഡേ ആയിരുന്നു. പക്ഷേ ആ ബാഡ് ഡേയിൽ നിങ്ങളുടെ ഈ പ്രോഗ്രാം കാണുമ്പം ഭയങ്കര ആശ്വാസമാണ്. എനിക്ക് ആ പ്രേക്ഷകന്റെ കമന്റ് വിട്ടുപോയി, എവിടെയാണെന്ന് കാണുന്നില്ല. എന്റെ ഒരു വളരെ ക്യൂട്ട് മെസ്സേജ് ഉണ്ട് കേട്ടോ. പ്രജിൻ, പ്രവിത, എന്റെ 7 മാസം പ്രായമുള്ള കുട്ടി നിങ്ങളുടെ പ്രോഗ്രാം കണ്ട് ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അയ്യോ, അത് പൊളിയായിരുന്നു. പിന്നെന്താ, അരുൺകുമാർ SP പറയുന്നുണ്ട്, പണ്ട് സ്ക്രീനിന് മുന്നിൽ വടിവത്ത ഡ്രസ്സിട്ട ക്ലീഷേ അവതരണമൊക്കെ മാറി, ഇങ്ങനെ ഒക്കെ സംഭവം കൊള്ളാം എന്ന് പറയുന്നുണ്ട്. അപ്പം പവിത്രൻ പാതിരപ്പറ്റ കാതിൽ തേൻമഴയായി എന്നുള്ള പാട്ട് പാടുമോന്ന് ചോദിക്കുന്നു. കാതിൽ തേൻമഴയായി പാടു കാറ്റേ കടലേ, കാതിൽ തേൻമഴയായി പാടു കാറ്റേ കടലേ, കടൽ കാറ്റിൻ മുത്തങ്ങളിൽ താരാരോ മധുരമായി പാടും മണിചങ്കുകളായി, കാതിൽ തേൻമഴയായി പാടു കാറ്റേ കടലേ. അരുൺജി മുട്ടയുടെ കമന്റ് വായിക്കാൻ PCR നിന്നും ശ്രീലക്ഷ്മി പറയുന്നുണ്ട്. അപ്പൊ ഒന്ന് വായിച്ചു നോക്കാം എന്താണെന്ന്. മോർണിംഗ് ഷോയുടെ ഡയറക്ടർ സനൂപിനെ പിടികൂടിയ ഭൂതം നമ്മുടെ പ്രാപ്രയുടെ ഡയറക്ടർ ശ്രീലക്ഷ്മിയും പിടികൂടിയെന്ന് തോന്നുന്നു. സമാധാനമായല്ലോ ശ്രീലക്ഷ്മി? ബ്രേക്ക് എന്നാണ് പറയുന്നത്. അപ്പോ ഒരു ബ്രേക്ക് പോകാനായിട്ടില്ല. അതിനു മുമ്പ് ഒരു സ്റ്റോറി നിങ്ങളിലേക്ക് എത്തുകയാണ്. നമുക്ക് രാത്രി പുരാണം കാണണ്ടേ? രാത്രി പുരാണം.
പ്രേമനൈരാശ്യം മൂലം ആത്മഹത്യ ചെയ്ത ഒരു യുവതിയുണ്ട്. ആ യുവതി ഒരു നാടിന്റെ ആകെ ഉറക്കം കെടുത്തിയെന്നാണ് കാസർഗോഡ് കാഞ്ഞങ്ങാട് പ്രചരിച്ച കഥ. നെല്ലിക്കാട്ടെ എന്ന പ്രദേശത്ത് പിന്നീട് രാത്രികാലങ്ങളിൽ പോലും പുറത്തിറങ്ങാൻ ആളുകൾ ഭയന്നു. യുവതിയുടെ മരണശേഷം ചിലർ സൃഷ്ടിച്ച ഭീതിയാണ് ഇത്തരം കഥകൾക്ക് പിന്നിൽ എന്നാണ് നാട്ടുകാരിൽ ചിലർ പറയുന്നത്. കഥയാണ് കണ്ടുനോക്കാം. കാഞ്ഞങ്ങാട് നെല്ലിക്കാട്ട് സ്വദേശിയായ 23-കാരി കുളത്തിൽ ചാടി ആത്മഹത്യ ചെയ്തതോടെയാണ് ഈ പ്രദേശത്ത് ഭീതി പടർന്നത്. വർഷങ്ങളോളം ആളുകൾ വഴി നടക്കാൻ പോലും പേടിച്ചിരുന്ന കഥ. ആ കഥ ഇങ്ങനെയാണ്. ായ യുവതി പ്രേമനൈരാശ്യം മൂലം നെല്ലിക്കാട്ടെ മേനപ്പുറമാടം ക്ഷേത്രത്തിന് സമീപത്തുള്ള കുളത്തിൽ ചാടി ആത്മഹത്യ ചെയ്തു. വീട്ടിൽ നിന്ന് വഴക്കിട്ടിറങ്ങിയ യുവതി നോർത്ത് കോട്ടച്ചേരിയിലെ ബന്ധുവീട്ടിലേക്ക് പോകുകയും അവിടെ എത്താതെ ക്ഷേത്രത്തിന് സമീപം ഒളിച്ചിരിക്കുകയും ചെയ്തുവെന്നാണ് നാട്ടിൽ പ്രചരിച്ച കഥ. രാത്രിയിൽ പേടിച്ചരണ്ട പെൺകുട്ടി സമീപത്തെ കുളത്തിലേക്ക് എടുത്തു ചാടി. പിറ്റേന്ന് കുളത്തിൽ കുളിക്കാനെത്തിയ സമീപവാസിയാണ് യുവതിയുടെ മൃതദേഹം കണ്ടത്. പിന്നീട് നെല്ലിക്കാട്ടെ എന്ന കൊച്ചു ഗ്രാമത്തിൽ പ്രചരിച്ചത് നാടിനെ ഭയപ്പെടുത്തുന്ന കഥകളാണ്. ജില്ലയിലെ പ്രമുഖ ഗായകൻ രാത്രിയിലെ പരിപാടി കഴിഞ്ഞ് ഇരുചക്രവാഹനത്തിൽ ഇതുവഴി വീട്ടിലേക്ക് സഞ്ചരിക്കുന്നതിനിടെ യുവതി വാഹനത്തിന് പുറകിൽ കയറിയെന്നും ഇയാൾ വാഹനം ഉപേക്ഷിച്ചോടിയെന്നും നാട്ടിൽ ശ്രുതി പരന്നു. കുളത്തിന് സമീപമുണ്ടായിരുന്ന പാലമരവും മരിച്ച പെൺകുട്ടിയെയും ചുറ്റിപ്പറ്റിയുള്ള കഥകൾ. യുവതിയെ കണ്ടെന്ന കഥകൾ ഭയപ്പെടുത്തിയതോടെ റോഡിലൂടെയുള്ള രാത്രി സഞ്ചാരം വരെ കുറഞ്ഞു. പണ്ടൊരു പെണ്ണുങ്ങളെ കുളത്തിൽ വീണ് മരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആൾക്കാർക്കെല്ലാം അതിൽ പോകുമ്പോൾ ഭയമെല്ലാം ഉണ്ടായിരുന്നു. കുളം ഇപ്പോഴുണ്ട്. കളിൽ കുളത്തിൽ ചാടി മരിച്ച പെൺകുട്ടിയുടെ ആത്മാവ് ഇപ്പോഴും ഗതി കിട്ടാതെ ഈ പ്രദേശത്ത് അലയുന്നുണ്ടെന്നാണ് പലരുടെയും വിശ്വാസം. അതുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കാൻ പോലും പലരും തയ്യാറല്ല. അരുൺ പാറക്കൽ, 24, കാസർഗോഡ്. അപ്പോൾ കാസർഗോഡ് ഒരു മേഖലയിൽ ഇങ്ങനെയുള്ള കഥകളൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾ ഇപ്പോഴാണ് അറിയുന്നത്. അല്ല, ഈ മേഖലയിൽ ഇങ്ങനെ ഉണ്ടെന്ന്. കാസർഗോഡ് മാത്രം നല്ല ഞാൻ പറഞ്ഞത്. ഈ മേഖലയിൽ ഇങ്ങനെ കഥകളുണ്ട്. അത് കഥകളായി തന്നെ കാണുക. രസമല്ലേ ഇത്തരം കഥകൾ രാത്രിയിൽ കേൾക്കാൻ, അല്ലേ? അത്ര രസമില്ല എന്ന് പറയുന്ന ആൾക്കാർ നമ്മുടെ കാൻ ബോക്സിലുണ്ട്. പേടിച്ച് അകത്തിരിക്കുന്ന വിജയൻ പുറത്തേക്കിറങ്ങും. ഞാൻ അകത്ത് കയറി വാതിലടച്ചാണ് ഇപ്പോൾ പ്രാപ്ര കാണുന്നതൊക്കെ പറഞ്ഞത്. പ്രാപ്ര എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ ഷോ ആണല്ലോ, അല്ലേ? നമ്മള് പ്രേതവും ഭൂതവും ഒന്നും ഉണ്ടെന്ന് പറയുന്നില്ല. നമ്മൾ ജസ്റ്റ് ആ സ്ഥലത്തെ ചില കഥകൾ മാത്രമാണ്, ഇങ്ങനത്തെ പേടിപ്പെടുത്തുന്ന കഥകൾ മാത്രമാണ് പറയുന്നത്. നമുക്ക് അയർലൻഡിൽ ഇങ്ങനെ കഥ ഉണ്ടാവും. നമ്മുടെ അതിഥിയായി എത്തുന്നുണ്ട് ടെനി. ഹായ് ടെനി. ഹായ് ടെനി. ഹായ് ചേട്ടാ, നമസ്കാരം. ഹായ് ചേട്ടാ. കൂടെ ഫാമിലി ഉണ്ടെന്ന് മനസ്സിലായി. ആരാണ് കൂടെ? മോളാണോ? മോള്, മോൻ, ഇത് രണ്ടാമത്തെ ആള്. എല്ലാവരും ഉണ്ടല്ലോ അവിടെ. എത്ര മക്കളാ ചേട്ടാ? 3 പേരാണോ? എനിക്ക് 3 പേര്. വൈഫ് ഇവിടെ മറ്റേ നഴ്സായിട്ട് വർക്ക് ചെയ്യണു. നൈറ്റ് ഡ്യൂട്ടിക്ക് പോയി. അപ്പൊ ഞങ്ങള് വന്നിട്ട് മറ്റേ 1 മാസം ആയിട്ടുള്ളൂ. ഇപ്പൊ എത്രയാണ് ടൈം? ഇപ്പൊ ഇവിടെ 7 മണി. 6:45 വൈകിട്ട് 7 മണി. വൈകിട്ട് 7 മണി. അപ്പം നാട്ടിലത്തെ വാർത്തയൊക്കെ അറിയാൻ 24 കാണണം, അല്ലേ? നാട്ടിലത്തെ വാർത്ത ഞങ്ങള് സ്ഥിരം 24 നാട്ടിൽ വെച്ച് ന്യൂസ് കാണാറുണ്ട്. ശ്രീകണ്ഠൻ നായരുടെ പരിപാടി പ്രത്യേകിച്ചും രാവിലത്തെ മോർണിംഗ് ഷോ കാണാറുണ്ട്. അപ്പൊ ഇപ്പൊ എങ്ങനെയാ മോർണിംഗ് ഷോ കാണുന്നത്? സമയം വ്യത്യാസം ഉണ്ടല്ലോ. ഇപ്പൊ കാണലില്ല. കാണുന്നത് ഈ പരിപാടിയൊക്കെയാണ് കാണാറ്. നമ്മുടെ ഷോ കുഴപ്പമില്ലാത്ത സമയത്താണ്. അവിടെ അയർലൻഡിലൊക്കെ ഇരുന്ന് അല്ലേ കാണാൻ പറ്റുന്ന കറക്റ്റ് സമയമാണ്. അതെ. ഇപ്പൊ 1 മാസം മുൻപല്ലേ അവിടെ എത്തിന്ന് പറഞ്ഞല്ലേ? എങ്ങനെയുണ്ട് അയർലൻഡിലേക്ക് മാറിയപ്പോ? കുഴപ്പമില്ല. നാട്ടിലും ഇവിടെ രണ്ടും ഭയങ്കര വ്യത്യാസമാണല്ലോ. നാട്ടിലെ നമ്മുടെ ജീവിത രീതിയും ഇവിടുത്തെ ജീവിത രീതിയും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. അതൊന്ന് നോക്കിയാൽ കുറച്ച് ടൈം എടുക്കും. നാട്ടിലെവിടെയാണ് ചേട്ടാ? നാട്ടില് കാലടി, മാണിക്യമംഗലം. നമ്മുടെ അടുത്ത് തന്നെയാണ്. പിന്നെ അറിയാം, നമ്മുടെ അടുത്താണല്ലോ. ആ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്.
അപ്പൊ ഓക്കെ, അപ്പൊ ചേട്ടന് എല്ലാവിധ ആശംസകളും. ഇനിയിപ്പോ അവിടെ തന്നെ ആയിരിക്കും അല്ലെ, അയർലൻഡിൽ തന്നെ ആയിരിക്കും ഇനിയുള്ള താമസം? ഇനിയിപ്പോ കുറച്ച് നാള് ഒരു 2 വർഷം മിക്കവാറും ഇവിടെ തന്നെയായിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് നാട്ടിലേക്ക് പോകാനായിട്ട് ആലോചിക്കണുള്ളൂ. ഓക്കെ, വൈഫിന്റെ പേരെന്താണ്? വൈഫിന്റെ പേര് ജിൻസി. ഓക്കെ, മമ്മ ഡ്യൂട്ടിക്ക് പോയ വിഷമത്തിലാണോ മക്കള്? അങ്ങനെ ഇരിക്കണ്ടല്ലോ, മിണ്ടാതിരിക്കണ്ടല്ലോ. ഹായ്, വന്നേക്കണേന്റെ സന്തോഷത്തിലാണ്. ഹായ്, കളിക്കാണോ അവിടെ എല്ലാവരും കൂടെ? ഓക്കെ, ശരി ചേട്ടാ, അപ്പോ കാണാം. എന്തായാലും വിളിച്ചതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച് ഫോർ ഇനിയും 24 കാണും. താങ്ക് യു. യെസ്, ടെനിയാണ് അയർലൻഡിൽ നിന്ന് വിളിച്ചത്. അപ്പോൾ അവിടെയൊക്കെ എല്ലാവരും ഇരുന്ന് നമ്മുടെ 24 ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക അല്ലേ? ഓക്കെ, ഇപ്പോൾ വരുന്നൊരു വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം. നീറ്റ് പുനഃപരീക്ഷയെ എതിർത്ത് സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാരിന്റെ സത്യവാങ്മൂലം. IIT മദ്രാസിന്റെ റിപ്പോർട്ടിൽ വ്യാപക ക്രമക്കേടോ അസ്വാഭാവികതയോ കണ്ടെത്തിയിട്ടില്ല എന്ന് കേന്ദ്രം കോടതിയെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ചിലയിടങ്ങളിൽ മാത്രമാണ് ക്രമക്കേടുകൾ ഉണ്ടായത്. ഭാവിയിൽ ക്രമക്കേടുകൾ ഉണ്ടാകാതിരിക്കാൻ 7 അംഗ വിദഗ്ധ സമിതി നിയോഗിച്ചിട്ടുണ്ട്. 2024-25 കൗൺസിലിംഗ് ജൂലൈ 3-ാം വാരം ആരംഭിക്കുമെന്ന് കൂടി കേന്ദ്രം വ്യക്തമാക്കുന്നു. രാജ്യത്തെ എല്ലാ പരീക്ഷാ കേന്ദ്രങ്ങളിലെയും വിദ്യാർത്ഥികളുടെ സ്കോർ പൊതുവെ ഉയർന്നിട്ടുണ്ടെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. ഹർജി നാളെ സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കെയാണ് കേന്ദ്രത്തിന്റെ ഈ സത്യവാങ്മൂലം എന്നതും ഏറ്റവും ശ്രദ്ധേയം. അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരുടെ കമന്റ്സ് മിനി ബാബു പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് പിണക്കാണ്, ശ്രീരാഗമോ എന്നുള്ള പാട്ട് പാടുന്നില്ല എന്ന്. പാടിയേക്കാം. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ, സ്നേഹാർദ്രമാം ഏതോ പദം കേൾക്കുന്നു നാം ഈ നമ്മളിൽ. നിൻമൗനമോ പൂമാനമായി, നിൻരാഗമോ ഭൂപാളമായി, എൻ മുന്നിൽ നീ പുലർക്കന്യയായി. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ഉറക്കം ആശംസിക്കുകയാണ്. സുഖനിദ്ര, ശുഭനിദ്ര, ശുഭരാത്രി. അപ്പോൾ നാളെ വീണ്ടും കാണാം 10:30 ഒരുപാട് വാർത്തകളും വിശേഷങ്ങളുമായി. ഗുഡ് നൈറ്റ് ഷോ നാളെ വീണ്ടും കാണാം. തുടരും 10:30. ബൈ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.